വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ തെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആൻഡ് ഹൗ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ അക്വാറ്റിക് ലൈഫ് വരെ കണ്ടു. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഗ്യാസസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ വോളിയം എക്സ്പാൻഷനും ലിക്വിഡ്സും നമ്മൾ കണ്ടു, വോളിയം എക്സ്പാൻഷൻ സോൾഡ് കണ്ടു. സോ ഇനി ഗ്യാസസിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഗ്യാസസിൽ ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ സോൾഡ് ആൻഡ് ലിക്വിഡ്. ഈ ഒരു വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ, ഗ്യാസിലെ എക്സ്പാൻഷൻ വോളിയം എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ. സോ ഈ ഒരു തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് സോളിഡ്സിനെക്കാട്ടും അതുപോലെ തന്നെ ലിക്വിഡ്സിനെക്കാട്ടും തെർമൽ എക്സ്പാൻഷൻ ഗ്യാസസിന് കൂടുതലായിരിക്കും. അത് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇനി അൺലൈക്ക് ലിക്വിഡ്സ്, നമ്മൾ ലിക്വിഡ്സും ഗ്യാസസിനും ഫ്ലൂയിഡ്സ് ആയിട്ടാണല്ലോ പറയാം. അപ്പം ലിക്വിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ലിക്വിഡ്സിലെ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. പക്ഷേ ഫോർ ഗ്യാസസ് ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ദാറ്റ് ഇസ് ആൽഫ വി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, ഇപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാസിൻ്റെ, അതൊരു ഐഡിയൽ ഗ്യാസിനാണ്. ഓക്കെ, ഒരു ഐഡിയൽ ഗ്യാസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആൽഫ സബ്സ്ക്രിപ്റ്റ് വി. അതെന്ന് പറയുന്നത് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് അപ്പം നമുക്കറിയാം വാട്ട് ഇസ് ആൽഫ വി. ആൽഫ വി ഈസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 1/Δt. ഇതാണ് ആൽഫ വി. അപ്പം ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐഡിയൽ സ്റ്റാർട്ടിങ് ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വി ഓൾ നോ PV is equal to mu RT. ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ലെറ്റ് ദിസ് ബി ദ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു കേസിൽ, അപ്പം ബിക്കോസ് പ്രഷർ കോൺസ്റ്റന്റ് ആവുമ്പം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വാട്ട് ഹാപ്പൻസ് നമുക്കറിയാം. ഇൻ ദ കേസ് ഓഫ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ നമുക്കിവിടെ ഉണ്ടാവുന്ന എന്താണ്, ഒരു വോളിയം എക്സ്പാൻഷൻ ഫോർ ഗ്യാസസ്. ഈ ഒരു വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. ആൻഡ് ആ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ എന്നാണ്. ഇറ്റ് ഈസ് ഫോർ ഗ്യാസസ് ആൽഫ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. സോ കോൺസ്റ്റന്റ് പ്രഷർ വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയും അല്ലേ. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ഇവിടെ എടുത്തിട്ട് ചെയ്യുവാണ്. കോൺസ്റ്റന്റ് പ്രഷർ കേസിൽ ഈ ആൽഫ വി ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. അത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നോക്കുക, ദിസ് ഇസ് ജനറൽ എക്സ്പ്രഷൻ ഫോർ ആൽഫ വി. ഓക്കെ, അപ്പം കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്പെഷ്യൽ കേസും അതാണ്. കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ ദാറ്റ് മീൻസ് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ പ്രഷർ ഈ ഇക്വേഷൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ആണ്. ഇതിൻ്റെ അകത്തെ വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. അത് ഇൻവേഴ്സ്ലി ആണ് പ്രൊപ്പോർഷൻ നമുക്കറിയാം. ഈ പ്രഷർ കൂടാതെ ഇതിൻ്റെ അകത്തുള്ള മറ്റ് കോൺസ്റ്റൻസ് ആണ് മ്യൂവും ആറും അല്ലെ. അപ്പൊ ചേഞ്ച് ആവുന്ന രണ്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോളിയവും ടെമ്പറേച്ചറുമാണ്. അപ്പൊ എപ്പോഴും ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഡെൽറ്റ സിമ്പിൾ യൂസ് ചെയ്യും. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ കേസിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ സാധിക്കും? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാം. പി കോൺസ്റ്റന്റ് ആണ്, വി ചേഞ്ച് ചെയ്യുന്നു, സിക്വൽ ടു മ്യൂവും ആറും കോൺസ്റ്റന്റ് ആണ്, ടിയും ചേഞ്ച് ചെയ്യുന്നു. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 2. നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയെന്ന് വിചാരിക്കുക.
That means left hand side കിട്ടും, right hand side right hand side കിട്ടും. So P delta V divided by PV is equal to mu R delta T divided by mu R T. So ഈ P ക്യാൻസൽ ചെയ്യാം, മ്യൂവും ആറും ക്യാൻസൽ ചെയ്യാം. വിച്ച് മീൻസ് നമുക്ക് പിന്നെ ഇവിടെ കിട്ടുന്നത് എന്താണ്, റിമൈനിങ് എന്ന് പറഞ്ഞതാണ് ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. നമുക്കിപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൽഫ വി എന്ന് പറയുന്നത് എന്താണ്, ഇൻ ജനറൽ വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് മീൻസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി. ഇതാണ് നമ്മുടെ ജനറൽ വോളിയം കോഎഫിഷ്യൻ ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ടു ഫോർ ദിസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിൽ ഇങ്ങനെ ഒരു കാര്യമാണെന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് സ്ലൈഡിൽ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. സോ ഇതിൻ്റെ ഈ ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞ ടേമിന് നമുക്ക് ഡെൽറ്റ ടി ബൈ ടി റീപ്ലേസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈക്വൽ ആയിരുന്നു. സോ ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി. സോ ദിസ് ഇസ് ആൽഫ വി. ഈ എവിടെയും ഡെൽറ്റ ടി ഉണ്ട്, ഇവിടെയും ഡെൽറ്റ ടി ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിച്ചം കിട്ടുന്നത് ആൽഫ വി ഇസ് ഈക്വൽ ടു 1 ബൈ ടി. അപ്പം ആൽഫ ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് എന്താണ്, ഈ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 ബൈ ഇറ്റ്സ് ടെമ്പറേച്ചർ അതാണ്. അപ്പം ഇപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഇസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് മീൻസ് നമ്മൾ ഇവിടെ എടുക്കുന്ന ടി ഈസ് ഇൻ കെൽവിൻ, റൈറ്റ്? സോ ടെമ്പറേച്ചർ 0 പ്ലസ് 273.15. സോ ദാറ്റ് മീൻസ് 273.15 കെൽവിൻ. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലെ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, 1 ബൈ 273.15. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 3.7 ഇൻറ്റു 10⁻³ കെൽവിൻ എന്നാണ് കിട്ടുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഈ ഒരു വോളിയം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്ന, ഇഫ് യു കമ്പയർ വിത്ത് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, നമ്മൾ നേരത്തെ ഇന്നത്തെ ടേബിളിലെല്ലാം കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഫോർ സോളിഡും ലിക്വിഡും എല്ലാം കണ്ടിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് മച്ച് ലാർജർ. ഓക്കെ, സോ ആൽഫ വി ഫോർ ഗ്യാസ് എന്ന് പറയുന്നത് ആൽഫ വി ഫോർ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിനെക്കാട്ടും കൂടുതലാണ്. ഓക്കെ, കൂടുതലാണ്. അപ്പം ഇതിന്റെ ഈ ഇക്വേഷൻ, ദാറ്റ് മീൻസ് വി ഹാവ് നൗ ദിസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് ആൽഫ വി ഇസ് ഈക്വൽ ടു 1 ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഫോർ ഗ്യാസ് എന്ന് കണ്ടു. ഇതിന്റെ അകത്ത് നിന്ന് തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആൽഫ വി കുറയും. ആൽഫ വി കുറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആൽഫ വി കുറയും, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ആൽഫ വി കൂടും. അപ്പൊ ആ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്, ഇറ്റ്സ് ഹൗ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ എന്നുള്ളതും ഈ ഇക്വേഷൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇപ്പം ഒരു ഗ്യാസ് അത് റൂം ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷറിലും ആണെങ്കിൽ അതെന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പൊ ഒരു ഫോർ എ ഗ്യാസ് വിച്ച് ഇസ് അറ്റ് ഒരു ഗ്യാസ് ദാറ്റ് ഈസ് അറ്റ് ഇറ്റ്സ് റൂം ടെമ്പറേച്ചർ, അത് റൂം ടെമ്പറേച്ചറിലുമാണ്. ആൻഡ് ദാറ്റ് ഗ്യാസ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിലുമാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ആൽഫ വി എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 ബൈ ടി, ദാറ്റ് ഈസ് റൂം ടെമ്പറേച്ചർ ഇട്ട് കൊടുത്താൽ മതി. 1 ബൈ റൂം ടെമ്പറേച്ചർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽഫ വി എന്ന് പറയുന്നത് കിട്ടുന്ന കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഇത്രയായിരിക്കും കിട്ടുന്നത്. 3300 ഇൻറ്റു 10⁻6 പെർ കെൽവിൻ ആണ് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് ഒരുപാട്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ടിപ്പിക്കൽ ലിക്വിഡ്സിനെ കാട്ടിയൊക്കെ ഒരുപാട് ലാർജർ വാല്യൂ ആണ്. ഓക്കെ, സോ അതെന്ന് പറഞ്ഞ് അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻസിവിറ്റി ഫോർ ഗ്യാസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജർ ദാൻ ഫോർ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. ഇനി നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ആൽഫ സബ്സ്ക്രിപ്റ്റ് ബി, ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആൽഫ സബ്സ്ക്രിപ്റ്റ് എൽ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പം ഇതിന്റെ ഒരു റിലേഷൻ ആണ് ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കാൻ പോകുന്നത്.
ഇതെങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ്, അത് ജസ്റ്റ് നമ്മൾ ഓൾറെഡി തുടങ്ങിയപ്പോഴേ കണ്ടിരുന്നു, എന്നാലും ഒന്നുകൂടെയും കൂടെ നോക്കാം. അപ്പം ഈ ഒരു ക്യൂബിനെ ഇമാജിൻ ചെയ്യാം. ഇഫ് സപ്പോസ് നമുക്കൊരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിന്റെ ലെങ്ത് ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ ഓരോ സൈഡിന്റെ ലെങ്ത് എല്ലാം ആണെന്ന് വിചാരിക്കാം. അത് ഒരു ടെമ്പറേച്ചർ റൈസ് ഓഫ് ഡെൽറ്റ ടി, ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഇൻക്രീസിൽ ഈ ക്യൂബ് എല്ലാ സൈഡ്സിലും എക്സ്പാൻഡഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഈക്വലി, ഒരേപോലെ ഈക്വൽ ആയിട്ട്, ഐസോട്രോപിക് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ, ഐസോട്രോപിക് ആയിട്ടാണ് ഇത് പറയുന്നത്, എല്ലാ ഈക്വൽ ആയിട്ടും എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ഹാവ് ലീനിയർ എക്സ്പാൻഷന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1/Δt. ഇതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ദാറ്റ് മീൻസ് അതാണ്, അങ്ങനെയാണ് ആ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനെ നമ്മൾ വിത്ത് ഡെൽറ്റ ടി ഇൻക്രിമെന്റിൽ, ഇപ്പൊ സപ്പോസ് അങ്ങനെ ഡെൽറ്റ ടിയിൽ അതിന്റെ ലെങ്ത് എല്ലാം ഓരോ ഈക്വൽ ആയിട്ട് എല്ലാ എക്സ്പാൻഡ് ചെയ്തു. അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് ഇൻക്രിമെന്റ് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എല്ലോ ആണെന്ന് വിചാരിക്കാം. ഇൻ ദാറ്റ് കേസ് നമുക്ക് ആൽഫ എല്ലിനെ എന്ത് ചെയ്യാം, ചേഞ്ചിങ് ലൈൻ ഡിവൈഡ് ബൈ ഒറിജിൻ ലൈൻ ഇൻറ്റു 1/റൈസിങ് ടെമ്പറേച്ചർ, അതിനെ ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇതുണ്ടാകുന്ന നമുക്ക് ഡെൽറ്റ എല്ലിനെ എങ്ങനെ എഴുതാം, വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഫ്രം ദിസ് ഇക്വേഷൻ ഡെൽറ്റ എല്ലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു എല്ലും ഡെൽറ്റ ടിയും അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. സോ ആൽഫ എൽ ഇൻറ്റു എൽ ഡെൽറ്റ ടി ഇങ്ങനെ എഴുതാം. സോ ഇനി നമ്മളുടെ ചേഞ്ച് ഇൻ വോളിയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒറിജിനൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒറിജിനൽ വോളിയം ക്യൂബിന്റെ ഒറിജിനൽ വോളിയം എന്ന് പറഞ്ഞാൽ എൽ ആയിരുന്നു. സോ ലെങ്ത് എൽ ആയിരുന്നു. ഇപ്പൊ ഒറിജിനൽ വോളിയം എൽ ക്യൂബ് ആണ്. അപ്പം ഇതിന്റെ ന്യൂ വോളിയം when delta T rise in temperature is applied, അത് ആ പുതിയ വോളിയം എന്ന് പറയുന്നത് എന്താണ്, അതിന് പുതിയതായിട്ട് അതിന് കിട്ടിയ വോളിയം എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് ഡെൽറ്റ എൽ ആണ്. അപ്പൊ അതിന്റെ പുതിയ സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. അപ്പൊ അതിന്റെ ന്യൂ വോളിയം എന്ന് പറയുന്നത് സൈഡിന്റെ ക്യൂബ് ആണ്. സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ്. അപ്പൊ അതിന്റെ ചേഞ്ച് ഇൻ വോളിയം നമുക്ക് നോക്കാം. സോ ചേഞ്ച് ഇൻ വോളിയം മീൻസ് ദ ന്യൂ വോളിയം ഡിവൈഡഡ് ബൈ original volume. So change in volume means delta V, that is equal to new volume, that is L plus delta L the whole cube minus original volume is L cube. Okay, ഇനി നമുക്ക് ഇവിടെ a plus b the whole cube in the expansion ഇട്ട് കൊടുക്കണം. a plus b the whole cube means a cube plus 3a square b plus 3ab square plus b cube എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എക്ക് പകരം എല്ലും ബിക്ക് പകരം ഡെൽറ്റ എല്ലും ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എൽ ക്യൂ പ്ലസ് 3l സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3l ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്ന് എൽ ക്യൂബും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു ഡെൽറ്റ എൽ സ്ക്വയറും ഇവിടെ ഒരു ഡെൽറ്റ എൽ ക്യൂബും ഉണ്ട്. അപ്പം ഡെൽറ്റ എൽ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, ചെറിയ എക്സ്പാൻഷൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സ്മോൾ എക്സ്പാൻഷൻ ആണ് ഡെൽറ്റ, ചെറിയ എക്സ്പാൻഷനുണ്ട്. അത് തന്നെ കുറവാണ്. അപ്പം ആ ചെറിയ ഒരു ടേമിന്റെ സ്ക്വയറും ക്യൂബും ഒക്കെ എടുക്കുമ്പോൾ വീണ്ടും അത് ചെറുതായി പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ടേം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് നെഗ്ലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ ഒരു രണ്ട് ടേംസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ മിച്ചം വരുന്നത് 3l സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞ ഈ ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഡെൽറ്റ എൽ സ്ക്വയറിനെയും ഡെൽറ്റ എൽ ക്യൂബിനെയും നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഓക്കെ, ബിക്കോസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എന്താണ്, ബിക്കോസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്മോൾ കമ്പയർഡ് ടു എൽ. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എന്റെ സ്ക്വയറും ക്യൂബ് എടുക്കുമ്പോൾ വീണ്ടും ചെറുതാവുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇവിടെ കിട്ടി 3l സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് കിട്ടി. ഓക്കെ, സോ വി ഹാവ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 3l സ്ക്വയർ ഡെൽറ്റ എൽ. ആൻഡ് ഇത് ഞാൻ ഈ എൽ സ്ക്വയർ ഡെൽറ്റ എൽ ഉണ്ടോ ഇതിന്റെ താഴേക്കും ഇതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും, അത് ഇവിടെ ഒരു എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, സൈമൾട്ടേനിയസ് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ
പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു, ഒരു ടേം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഈ നോക്കാം, നമുക്കറിയാം ആൽഫ എൽ ഇസ് ഈക്വൽ ടു വാട്ട്, ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1/Δt അല്ലേ. അപ്പോൾ ഈ ആൽഫ ഈ ഡെൽറ്റ ടി ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ആൽഫ എൽ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ ഈ ഡെൽറ്റ എൽ ബൈ എല്ലിനെ എനിക്ക് എങ്ങനെ എഴുതാം, ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം അല്ലേ. സോ എനിക്ക് ഇവിടെ മിച്ചം 3l² ഒരു എല്ലും കിടപ്പുണ്ടായിരുന്നു. ബാക്കിയുള്ള ടേമിന് എനിക്ക് ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് എഴുതാം. ആൻഡ് L² ഇൻറ്റു എൽ എന്ന് പറയുന്നത് എന്താണ്, L² ഇൻറ്റു എൽ മീൻസ് L3, ദാറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ഒറിജിനൽ ക്യൂബ്. സോ അതിന് പകരം എനിക്ക് വി യു എഴുതാം. സോ 3v ആൽഫ എൽ ഡെൽറ്റ ടി, അതാണ് എൻ്റെ ഡെൽറ്റ വി ആയിട്ട് വന്നത്. ഓക്കെ, സോ നൗ വാട്ട് ഐ ഹാവ് ഗോട്ട് ഈസ് ഡെൽറ്റ വി ആണ് എനിക്ക് 3v ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് വന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ വി എയും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ ഡെൽറ്റ ടിയും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 1/Δt ഇസ് ഈക്വൽ ടു 3 ആൽഫ എൽ. ദാറ്റ് മീൻസ് എന്താണ്, ഈ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 1/Δt എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അവർ വോളിയം എക്സ്പാൻഷൻ ആണ്. വി ഓൾറെഡി നോ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വോളിയം കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ is defined as delta v by v into 1/Δt. So that means alpha v എന്ന് പറയുന്നത് എനിക്ക് 3 alpha L ആയിട്ട് കിട്ടും. So this is the relation between coefficient of volume expansion and coefficient of linear expansion. Okay, അതാണ് ആ റിലേഷൻ നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇപ്പം ഏതെങ്കിലും ഒരു റോഡ്, സപ്പോസ് വി ഹാവ് എ റോഡ്, അതിൻ്റെ തെർമൽ എക്സ്പാൻഷനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയാണ്. എൻ്റെ എൻഡ്സിനെ റിജിഡായിട്ട് ഫിക്സ് ചെയ്ത് അതായത് എൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പ്രിവെന്റ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു റോഡിന് നടക്കേണ്ടിയിരിക്കുന്ന തെർമൽ എക്സ്പാൻഷനെ നമ്മൾ അതിൻ്റെ എൻഡ്സ് ഫിക്സ് ചെയ്ത് അതിനെ തടയാൻ ശ്രമിക്കുകയാണ്, എൻ്റെ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി എക്സ്പാൻഡ് ചെയ്യപ്പെടേണ്ട ഒരു റോഡിനെ നമ്മൾ തടയുമ്പം, അതിനെ നമ്മൾ എക്സ്പാൻഷനിൽ നിന്നും അതിനെ തടയുമ്പോൾ ഒബ്വിയസ്ലി അവിടെ റിസൾട്ടൻ്റ് ആവുന്ന ഒരു സാധനമായിരിക്കും കംപ്രസീവ് സ്ട്രെയിൻ. ഇതിനൊരു കംപ്രസീവ് സ്ട്രെയിൻ ഡെവലപ്പ് ആവും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കുന്ന, അതിനെ പ്രിവെന്റ് ചെയ്യാൻ, എക്സ്പാൻഷൻ തടയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സ് അതിലുണ്ടാക്കുന്ന ഒരു കംപ്രസീവ് സ്ട്രെയിൻ ആയിരിക്കും. അങ്ങനെ ഒരു കംപ്രസീവ് സ്ട്രെയിൻ വരുമ്പോൾ എന്ത് പറ്റും, ഒരു കറസ്പോണ്ടിങ് ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും, ഒരു റെസ്റ്റോറിങ് സ്ട്രെസ്. അതിനെയാണ് നമ്മൾ റെസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഇസ് ദ ആ ഒരു സ്ട്രെസ്, ഞാൻ റെസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ സ്ട്രെസ് എന്നാണല്ലോ പറയുക. അപ്പോൾ ആ കറസ്പോണ്ടിങ് സ്ട്രെസ് റോഡിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ തെർമൽ സ്ട്രെസ് എന്ന് വിളിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ദ തെർമൽ സ്ട്രെസ്. അപ്പം ദാറ്റ് ഇസ് കോൾഡ് എസ് എ തെർമൽ സ്ട്രെസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്ന ഒരു ബോഡിയിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പം അതിന്റെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഇപ്പൊ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ നോർമലി അവിടെ ഉണ്ടാവേണ്ട പ്രോസസ്സ് എക്സ്പാൻഷൻ ആണ്. ഇപ്പൊ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ നോർമലി അവിടെ ഉണ്ടാവേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് കൺട്രാക്ഷൻ ആണ്. പക്ഷെ അതിനെ ആ റെസ്പെക്റ്റീവ് പ്രോസസ്സ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സാധനമാണ് തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് എ സ്ട്രെസ് ഡെവലപ്ഡ് വെൻ ദ ബോഡി ഈസ് പ്രിവെന്റഡ് ഫ്രം തെർമൽ എക്സ്പാൻഷൻ. ദാറ്റ് ഇസ് ദ തെർമൽ സ്ട്രെസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഒരു സ്റ്റീൽ റെയിൽ എടുക്കുകയെന്ന് വിചാരിക്കുക. കൺസിഡർ സ്റ്റീൽ റെയിൽ. ഒരു സ്റ്റീൽ റെയിൽ കൺസിഡർ ചെയ്യുക. ഒരു സ്റ്റീലിന്റെ റെയിൽ, സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെയിൽ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 40 cm² ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അതിന്റെ ടെമ്പറേച്ചർ ഒരു 10, അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു 10 ഡിഗ്രി റൈസ് ചെയ്ത്, ഡെൽറ്റ ടി അത്രയും റൈസ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഉണ്ടാവേണ്ട എക്സ്പാൻഷന് പ്രിവെന്റീവ് ആണ്. ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടി, പക്ഷെ അതിന്റെ ആ എക്സ്പാൻഷനിൽ നിന്നും അതിന് പ്രിവെന്റീവ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്.
ഇത് ആൽഫ എൽ ഫോർ സ്റ്റീലിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 1.2 into 10⁻⁵ പെർ കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അപ്പം എക്സ്പാൻഷനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഒരു കംപ്രസീവ് സ്ട്രെയിൻ അവിടെ ഉണ്ടാകും. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കാരണം അവിടെ ഒരു കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ടാകും. ആ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ട്രെയിൻ മീൻസ് ചേഞ്ചിങ് ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്, സോ ഡെൽറ്റ എൽ ബൈ എൽ. ആൻഡ് അതെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ആൽഫ എൽ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1 / ഡെൽറ്റ ടി. അപ്പൊ ഈ ഡെൽറ്റ എൽ ബൈ എല്ലിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ ടി ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇത് നമുക്ക് കണ്ടുപിടിക്കാം, ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ആൽഫ എൽ ഈസ് 1.2 into 10⁻⁵. ആ ടെമ്പറേച്ചർ റൈസ് എന്ന് പറഞ്ഞാൽ 10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിട്ട് കൊടുക്കുമ്പോൾ 1.2 into 10⁻⁴ എന്ന് വരും. 10⁻⁴. ഓക്കെ. സപ്പോസ് ഇനിയിപ്പം ഓൾറെഡി നമുക്ക് യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 2 into 10⁻11 Newton/m². ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, ഈ കംപ്രസീവ് സ്ട്രെയിൻ കാരണം ആ ബോഡിയിൽ ഒരു സ്ട്രെസ് ഡെവലപ്ഡ് ആവും. ആ സ്ട്രെസ്സിനാണ് നമ്മൾ തെർമൽ സ്ട്രെസ് എന്ന് വിളിക്കുക. അപ്പൊ ആ തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, തെർമൽ സ്ട്രെസ് മീൻസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സോ എത്രയോ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഈ ഒരു ടെമ്പറേച്ചർ റൈസിന്റെ പുറത്തായതുകൊണ്ട് നമുക്ക് ചേഞ്ച് ഇൻ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് കൊടുക്കാം. സോ വി നോ ദാറ്റ് യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചാപ്റ്ററിൽ പഠിച്ചാണ്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സോ y ഇൻറ്റു കറസ്പോണ്ടിങ് സ്ട്രെയിൻ, ഇവിടുത്തെ കംപ്രസീവ് സ്ട്രെയിൻ, y ഇൻറ്റു കംപ്രസീവ് സ്ട്രെയിൻ. സോ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ 2 into 10⁻11, സ്ട്രെയിൻ എന്ന് പറയുന്നത് 1.2 into 10⁻⁴. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 2.4 into 10⁻⁷ Newton/m² എന്ന് കിട്ടും. അപ്പൊ എത്രമാത്രം എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഡെൽറ്റ എഫ് വെച്ചിട്ട് എത്രമാത്രം എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ആ സമയത്തിനുള്ളിൽ കൊടുത്തത് എന്ന് കണ്ടുപിടിക്കാം. സോ ബിക്കോസ് വി ഹാവ് ഏരിയ, സോ തെർമൽ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്, അതാണ് ഇക്വേഷൻ. പിന്നെ അതിന് ഏരിയ ഇൻറ്റു ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഏരിയ എന്ന് പറഞ്ഞാൽ 40 cm² എന്നാണ്. സോ അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 10⁻⁻⁴ കൂടി കൊടുത്താൽ മതി. സോ 40 into 10⁻⁻⁴ into 2.4 into 10⁻⁷. So which is given by 10⁻⁵ Newton. ഓക്കെ. സോ 10⁻⁵ Newton. അപ്പം അതിന്റെ അർത്ഥം ഇപ്പൊ ഇതാണ് ഇതിന്റെ ഇത്രമാത്രം എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവും, ഇതിപ്പം ഒരു സ്റ്റീൽ റെയിലാണുള്ളത്. ഇതുപോലത്തെ 2 എണ്ണം കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ളതിന് ഈ ഒരു എന്താണ് റെയിലിനെ ബെൻഡ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് അതിലൊപ്പം കുറവായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണം നമുക്ക് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇത്രയും ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഇത്രയും എക്സ്റ്റേണൽ ഫോഴ്സ് ഇതുപോലത്തെ 2 സ്റ്റീൽ റെയിൽസ് കോണ്ടാക്ട് ആണെങ്കിൽ ഇതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഫോഴ്സിനെ ആ റെയിലിനെ ബെൻഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. സോ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇല്ലസ്ട്രേഷൻ ആയിട്ട് ഇവിടെ കാണിച്ചാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് എക്സാമ്പിൾ പ്രോബ്ലം 11.1. ഇത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഓഫ് എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് സോൾട്ട് ഈസ് twice its linear expansivity alpha L. The coefficient of area expansion means that is alpha A. Alpha A means delta A by A into 1 by delta T. ഇതാണ് coefficient of area expansion, corresponding change in area to original area with that particular rise in temperature. അപ്പോൾ ഈ ആൽഫ എ എന്ന് പറയുന്നത് ഫോർ എ റെക്ടാങ്കുലർ ഷീറ്റ്, ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ആണ്. ആ റെക്ടാങ്കുലർ ഷീറ്റ് ആണ് ഈ പടത്തിൽ തന്നിരിക്കുന്നത്. അതെന്ന് പറയുന്നത് അതിന്റെ ലീനിയർ എക്സ്പാൻസിവിറ്റിയുടെ ഡബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. 2 into ആൽഫ എൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ. അപ്പൊ ഈ റെക്ടാങ്കുലർ ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോസ് ഇതാണ് റെക്ടാങ്കുലർ ഷീറ്റ് എന്ന് വിചാരിക്കും. സോ ദിസ് ഇസ് ദിസ് പർട്ടിക്കുലർ റെക്ടാങ്കുലർ ഷീറ്റ്. ഇതാണ് ആ പർട്ടിക്കുലർ റെക്ടാങ്കുലർ ഷീറ്റ്. ആ റെക്ടാങ്കുലർ ഷീറ്റിന്റെ
ലെങ്ത് ആണ് എ ആയിട്ട് തന്നിരിക്കുന്നത്. അതായത് ഇതാണ് ദിസ് വൺ ഇസ് ദ റെക്ടാങ്കുലർ ഷീറ്റ്. ഓക്കെ, ഇത് മൊത്തമല്ല ഇത് മൊത്തം എന്ന് ഞാൻ കാണിച്ചു, മൊത്തമല്ല കേട്ടോ. ഇതാണ് ആ റെക്ടാങ്കുലർ ഷീറ്റ്, ദിസ് മച്ച്. ഇതാണ് റെക്ടാങ്കുലർ ഷീറ്റ്. ആ റെക്ടാങ്കുലർ ഷീറ്റിന്റെ ഏരിയ, സോറി, one second. See, rectangular sheet എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കൺസിഡർ ദിസ് റെക്ടാങ്കുലർ ഷീറ്റ്. ഈ ഒരു ഷീറ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഷീറ്റിന്റെ ഏരിയ ആണ്, ഈ റെക്ടാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുക. അതിന്റെ ഏരിയ ആണ്, ലെങ്ത് ആണ് എ, അപ്പോൾ തന്നെ അതിന്റെ ബ്രെഡ്ത്ത് ആണ് ബി. ഓക്കെ, വി ആർ കൺസിഡറിങ് ഓൺ മോർ. നമ്മുടെ റെക്ടാങ്കുലർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സി, ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബി, ഇതിന്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എ. അപ്പം ഈ റെക്ടാങ്കുലർ ഷീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ്, അത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു റൈസ് ഓഫ് ടെമ്പറേച്ചർ കൊണ്ട് അതിന്റെ എന്ത് സംഭവിച്ചു, ലെങ്ത് കൂടി. ഓക്കെ, ഈ ലെങ്ത് എ എന്നുള്ള ലെങ്ത് ഇത്രയും കൂടെ കൂടി. അത് ഡെൽറ്റ എ എന്ന് പറയുന്ന ഈ ഡെൽറ്റ എ ചേഞ്ച് ഇത്രയും കൂടി, അതിന്റെ ലെങ്ത് കൂടി, ഡെൽറ്റ എ കൂടി. അതുപോലെ തന്നെ ഇതിന്റെ ബ്രെഡ്ത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്രയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ, അത് ഇത്രയും കൂടെ കൂടി. സോ ഡെൽറ്റ ബി കൂടെ അതിന്റെ ബ്രെഡ്ത്ത് കൂടി. അങ്ങനെയാണ് പുതിയ ഈ ഒരു വലിയ ട്രയാങ്കിൾ, അങ്ങനെയാണ് അതിന്റെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ആഫ്റ്റർ റൈസ് ഓഫ് ടെമ്പറേച്ചർ ആ ചെറിയ റെക്ടാങ്കിൾ ഇത്രയും വലിയ റെക്ടാങ്കിൾ ആവുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം അതിന്റെ ലെങ്തും കൂടി അതിന്റെ ബ്രെഡ്ത്തും കൂടി എന്നാണ് നമ്മൾ പറഞ്ഞത്. പടമുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് എ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് ബി. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് എ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് ബി. അപ്പം ഡെൽറ്റ ടി എന്ന് പറയുന്ന റൈസ് ഓഫ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എ കൂടി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ബി, അത്രയും ചേഞ്ച് ബ്രെഡ്ത്തിനും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ, ഈ നമുക്കറിയാം ഇൻ ജനറൽ വി ഹാവ് ദ എക്സ്പ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി അല്ലേ. അപ്പൊ ഈ ലെങ്തിനും ബ്രെഡ്ത്തിനും ഈ വിത്ത് ദിസ് ടെമ്പറേച്ചർ ലെങ്ത് ഡെൽറ്റ എയും ഡെൽറ്റ ബിയുമായി. അപ്പൊ അവിടെ നമുക്ക് ഇൻ ദാറ്റ് കേസ് എന്താണ്, ഫോർ ദിസ് വൺ ഈ ലെങ്ത് കൂടുമ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി. ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ ദിസ് ബ്രെഡ്, the coefficient of expansion is given by delta L is equal to delta B by B into 1 by delta T. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ coefficient of linear expansion in terms of A and B എഴുതാമല്ലോ. We can write it. So we can write it like ഇത് നമുക്ക് എഴുതാം, coefficient of linear expansion ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. And from that we can see delta A എന്ന് പറയുന്നത് നമുക്ക് in terms of linear expansion ഈ ആൽഫ ഈ എയും ഡെൽറ്റ ടി അപ്പുറത്തേക്ക് ഉണ്ടായി പറയും. സോ ആൽഫ എൽ എ ഡെൽറ്റ ടി. അതുപോലെ തന്നെ ഡെൽറ്റ ബി നമുക്ക് എഴുതാം ആൽഫ എൽ ബി ഡെൽറ്റ ടി. ഇങ്ങനെ നമുക്ക് രണ്ടും എഴുതാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ അതിന്റെ ഏരിയ മൊത്തത്തിൽ കൂടി അല്ലേ. അപ്പം ആദ്യം ഇത്രയും ബ്രെഡ്ത്തും ഇത്രയും ലെങ്തും മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ഇത്രയും ബ്രെഡ്ത്തും മാത്രം ഉണ്ടായിരുന്ന റെക്ടാങ്കിൾ പിന്നെന്തായി, ഇത്രയും അതിന്റെ ലെങ്ത് കൂടി ഇത്രയും അതിന്റെ ബ്രെഡ്ത്ത് കൂടി. അപ്പോഴത്തേക്ക് അതിന്റെ ഇത്രയും മാത്രം ആദ്യം ആ റെക്ടാങ്കിൾ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ ഏരിയ കൂടി. ഇപ്പൊ എന്താണ്, ഇവിടേക്ക് ഒരു ഏരിയ വന്നു, അതിന്റെ പുതിയ ഏരിയ അതിന് ഫോം ചെയ്ത് ഇനി പുതുതായിട്ട് വന്ന ഏരിയാസ് നമുക്ക് നോക്കാം. അത് ഇവിടേക്ക് അതിനൊരു ഏരിയ കൂടി, ഇവിടേക്ക് ഒരു ഏരിയ കൂടി, ഇവിടേക്ക് വേറൊരു ഏരിയയും കൂടെ കൂടി. അപ്പൊ അതിന്റെ ചേഞ്ച് എത്രമാത്രം പുതിയ ഏരിയ അതിന് കിട്ടി, ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ, വിച്ച് ഇസ് ഈ ഒരു പോർഷന്റെ ഏരിയ ഡെൽറ്റ A1 ആയിട്ടും ഈ ഒരു പോർഷന്റെ ഏരിയ ഡെൽറ്റ A2 ആയിട്ടും ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ഡെൽറ്റ A3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ 3 തരത്തിൽ ഏരിയ കൂടി, ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3, ഇങ്ങനെ ചെറിയ ചെറിയ 3 റെക്ടാങ്കിൾ സൈസിലെ ഏരിയ കൂടി. ഇത് നമ്മൾ ഡെൽറ്റ A1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഈ ഒരു ഏരിയ. അപ്പം ഈ ഡെൽറ്റ A1 ഈ ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യണം, നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു
റെക്ടാങ്കിളിനെ സംബന്ധിച്ച് അതിന്റെ എ എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എ തന്നെയാണ്. ഹിയർ ഓൾസോ ലെങ്ത് എ തന്നെയാണ്. പക്ഷെ ബ്രെഡ്ത്ത് ആണ് എന്ത് ചേഞ്ച് ആയത്? ഡെൽറ്റ ബി ചേഞ്ച് ബ്രെഡ്ത്തിനാണ് വന്നത്. ഇവിടെ ബി ആണ് ചേഞ്ച് ആയത്. ഡെൽറ്റ ബി എന്ന് പറഞ്ഞൊരു ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. ഡെൽറ്റ ഈ A2 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നോക്കാം. നമുക്ക് ഈ ഒരു റെക്ടാങ്കിൾ നോക്കാം. പുതിയതായിട്ട് വന്ന ഈ ഏരിയ. ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ബ്രെഡ്ത്ത് ബി തന്നെയാണ്. ഓൺലി ചേഞ്ച് ആയിരിക്കുന്നത് എ ആണ്. ഡെൽറ്റ എക്കാണ് ഈ ട്രയാങ്കിൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് ട്രയാങ്കിൾ ചേഞ്ച് വന്നിരിക്കുന്നത് അവിടെ എക്കാണ്. ഡെൽറ്റ എ ആണ് അവിടെ ചേഞ്ച്ഡ് ആയിട്ടുള്ളത്. നമുക്ക് ഈ മൂന്നാമത്തെ റെക്ടാങ്കിൾ നോക്കാം. ഡെൽറ്റ A3 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് എയും മാറിയിട്ടുണ്ട്, ബിയും മാറിയിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് റെക്ടാങ്കിളിനെ അപേക്ഷിച്ച് എക്കും മാറ്റമുണ്ട്, ബിക്കും മാറ്റമുണ്ട്. രണ്ട് ചേഞ്ച് അവിടെ ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ഈ എ എന്ന് പറയുന്നത് വാട്ട് ഇസ് എ എന്ന് പറയുന്നത് ഇറ്റ്സ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് വിച്ച് ഇസ് ഗിവൺ ബൈ എ ഇൻറ്റു ബി. അപ്പം ഈ ഓരോ ട്രയാങ്കിളിന്റെ A1 ട്രയാങ്കിൾ, A2, A3 ഈ മൂന്ന് റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് ഡെൽറ്റ എ. അപ്പം ഫോർ ദിസ് ഈ ഒരു റെക്ടാങ്കിൾ A1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ ഉള്ള ഈ റെക്ടാങ്കിളിനെ സംബന്ധിച്ച് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിന് ചേഞ്ച് ഒന്നുമില്ല, ബ്രെഡ്ത്ത് മാത്രമാണ് ഡെൽറ്റ ബി ആയിട്ട് മാറിയത്. ഫോർ A2 ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു റെക്ടാങ്കിളിനെ സംബന്ധിച്ച് എന്താണ് ലെങ്ത് ആണ് മാറിയത്. സോ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്റെ ന്യൂ ലെങ്ത്, ബ്രെഡ്ത്ത് പഴയത് തന്നെ ആയിരുന്നു. ഇനി ഈ ഒരു ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു റെക്ടാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് എയും ബിയും ലെങ്തും ബ്രെഡ്ത്തും രണ്ടും മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ദിസ് എ ഇൻറ്റു ഡെൽറ്റ ബിക്ക് നമുക്ക് ഈ ഫോമുല കൊടുക്കാം. ആൽഫ എൽ ബി ഡെൽറ്റ ടി. അതുപോലെ ഈ ഡെൽറ്റ എക്ക് പകരം നമുക്ക് ഈ ഫോമുല കൊടുക്കാം. ദാറ്റ് ഇസ് ആൽഫ എൽ എ ഡെൽറ്റ ടി ബി പ്ലസ് ഡെൽറ്റ എ രണ്ടിനും ഫോമുല കൊടുക്കുന്നു. ആൽഫ എ ഡെൽറ്റ ടി ഇൻറ്റു ആൽഫ എൽ ബി ഡെൽറ്റ ടി. ഓക്കെ, സോ നമുക്കിവിടെ ഈ ആൽഫ എൽ എ ബി ഡെൽറ്റ ടി, ആൽഫ എൽ എ ബി ഡെൽറ്റ ടി നമുക്ക് കോമൺ ആയിട്ട് ഇതിൻ്റെ നിന്ന് എടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് ആൽഫ എൽ എ ബി ഡെൽറ്റ ടി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റിൻ്റെ അകത്തുണ്ട്, ഈ സെക്കൻഡിൻ്റെ അകത്തുണ്ട്, തേർഡിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും അവിടെ ഇരിക്കുന്ന എന്താണ് ഒരു ആൽഫ എല്ലും ഒരു ഡെൽറ്റ ടിയും കൊണ്ട് എക്സ്ട്രാ ഉണ്ട്. ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ് ആൽഫ എൽ എ ബി ഡെൽറ്റ ടി ഇൻറ്റു 2 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ആൽഫ എല്ലിന്റെ പ്രത്യേകത ദാറ്റ് ഈസ് ദിസ് ഇനി ആൽഫ എൽ എ ബി. അപ്പൊ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ റെക്ടാങ്കിൾ. ഒറിജിനൽ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് എ ബി. സോ ആൽഫ എൽ അതിനെ എ എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ എ ഡെൽറ്റ ടി ഇഫ് എ ഇസ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ റെക്ടാങ്കിൾ. ഒറിജിനൽ റെക്ടാങ്കിളിന്റെ ഏരിയ വിച്ച് ഇസ് എ ബി എന്നെടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എ എന്ന് കൊടുക്കാം. സോ എ ഡെൽറ്റ ടി പ്ലസ് 2 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി. സോ ഈ ആൽഫ എൽ നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ടേബിളിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം അത് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും കോൺസ്റ്റന്റ് ആണ്. എല്ലാ മെറ്റീരിയലിന്റെയും പവർ എന്ന് പറയുന്നത് 10⁻⁵ ആണ്. അപ്പം എല്ലാത്തിൻ്റെയും ആൽഫ എൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10⁻⁵ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എന്താണ് 10⁻⁵ ആണ് ടേബിൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ടേബിൾ നോക്കിയറിയാം എല്ലാം ഫോർ ഓൾമോസ്റ്റ് ഓൾ മെറ്റീരിയൽസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 10⁻⁵ ആണ്. അപ്പൊ ഈ 10⁻⁵ഉം അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ദിസ് ഒരു ചെറിയ റൈസ് ആയിരിക്കും ഉണ്ടാവുക. ആൽഫ എൽ വി ഹാവ് ദിസ് കൂടെ എഴുതാം. സോ വി ഹാവ് ദിസ് ഡെൽറ്റ എ ആസ് alpha L delta T into 2 plus alpha L A into 2 plus alpha L delta T. ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു
ആൽഫ എൽ എന്ന് പറഞ്ഞ ഏകദേശം 10⁻⁵ പെർ കെൽവിനിലാണ് അതിന്റെ വാല്യൂ വരുന്നത്. പിന്നെ ഡെൽറ്റ ടി എന്ന് പറയുന്നതും ഒരു ചെറിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ ടെമ്പറേച്ചറിന് അതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി സ്മോൾ ഇൻ കമ്പാരിസൺ ടു 2. ഈ 2വിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആൽഫ എൽ ഡെൽറ്റ ടി വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് കമ്പയർ ഇറ്റ് വിത്ത് 2, ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഈ ടേമിനെ ഇവിടുന്ന് നെഗ്ലക്ട് ചെയ്യാം. സോ നെഗ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ മിച്ചമുള്ളത് ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ആൽഫ എ ഡെൽറ്റ ടി ഇൻറ്റു ഈ 2വിനെ ഇപ്പുറത്തേക്ക് ഇടാം. സോ ഇതിൻ്റെ അകത്ത് നിന്നും നമുക്കിനി ആൽഫ എൽ എന്താണെന്ന് എഴുതാൻ പറ്റും. ആൽഫ എൽ ഇസ് ഈക്വൽ ടു 2 ആൽഫ എല്ലിനെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. സോ ഡെൽറ്റ എ ഓൾറെഡി ഉണ്ട്, ബൈ എ ഇൻറ്റു 1/ഡെൽറ്റ ടി. സോ ഇതാണ് എന്ത് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 1/ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആൽഫ. ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ആൽഫ. ഫോർ എ റെക്ടാങ്കുലർ ഷീറ്റ് നമ്മൾ ഇതിങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. എ ബ്ലാക്ക് സ്മിത്ത് ഫിക്സസ് അയൺ റിംഗ് ഓൺ ദ റിം ഓഫ് എ വുഡൻ വീൽ ഓഫ് എ ബുള്ളോക്ക് കാർട്ട്. ഒരു ബുള്ളോക്ക് കാർട്ടിന്റെ ഒരു ബ്ലാക്ക് സ്മിത്ത് അയൺ റിങ് വെച്ചു, ഒരു വുഡൻ വീലിൽ അയൺ റിങ് വെക്കുന്നു. അപ്പൊ ഡയമീറ്റർ ഓഫ് റിം എന്ന് പറയുന്നത് റിം ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത് 5.243. പിന്നെ അയൺ റിങ്ങിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5.231 തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 27 degrees Celsius. To what temperature should the ring be heated so as to fit the rim of the wheel? അപ്പം നമുക്കറിയാം റിമ്മിന്റെ ഡയമീറ്റർ 5.243 ആണ്. ഈ ഫിക്സ് ചെയ്യാൻ പോകുന്ന അയൺ റിങ്ങിന്റെ ഡയമീറ്റർ ആയാലും ചെറുതാകുമ്പോൾ ഒബ്വിയസ്ലി അത് ഫിറ്റ് ആവുന്നില്ല അവിടെ. അപ്പം എന്ത് ചെയ്യും, അത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കും. ചൂടാക്കി കഴിയുമ്പോൾ ഇറ്റ് വിൽ അറ്റൈൻ ദിസ് ടെമ്പറേച്ചർ, ഫിറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതാവും. അങ്ങനെയാണ്. അപ്പം എത്രമാത്രം ടെമ്പറേച്ചറിലേക്ക് അതിന് ചൂടാക്കണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫോർ ദാറ്റ് നമുക്ക് ഈ ഒരു റിം ഡയമീറ്ററിനെ നമുക്ക് L2 ആയിട്ട് എടുക്കാം. ഈ ഒരു അയൺ റിങ്ങിന്റെ ഡയമീറ്റർ നമുക്ക് L1 ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ദിസ് ബി T1 ആയിട്ട് എടുക്കാം. നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിനെ T1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽഫ എൽ, ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ ദ അയൺ റിംഗ് എന്ന് പറയുന്നത് ഫ്രം ദ ടേബിൾ നമുക്ക് എടുക്കാം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.2 ഇൻറ്റു 10⁻⁵ പെർ കെൽവിൻ ആണ്. ഓക്കെ, സോ വിത്ത് ദിസ് നമുക്ക് എന്ത് ചെയ്യാം, വി ഓൾറെഡി നോ ദ ഇക്വേഷൻ. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ ഈസ്, നമുക്കറിയാമല്ലോ ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1/ഡെൽറ്റ ടി ആണ്. സോ ഫ്രം ദിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ടത് ലെറ്റ്സ് പുട്ട് ഇറ്റ് ലൈക്ക് ഇതിൻ്റെ ഡെൽറ്റ എൽ ബൈ എല്ലിന് ഇങ്ങനെ ഇടാം. ഡെൽറ്റ എൽ ബൈ എൽ മീൻസ് ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇതിന് ഞാൻ റിവേഴ്സ് ചെയ്തു. ഓക്കെ, സോ ആൽഫ എൽ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചർ, എത്രമാത്രം ടെമ്പറേച്ചറിലേക്കാണ് ചൂടാക്കുന്നത് T2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. ഓക്കെ, T2 മൈനസ് T1. സോ വി ഹാവ് ദിസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് L2, ഇവിടുത്തെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് റിം ഡയമീറ്റർ മൈനസ് അയൺ റിംഗ് ഡയമീറ്റർ. സോ L2 മൈനസ് L1 ബൈ ഒറിജിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് അയൺ റിംഗ് ഡയമീറ്റർ. ഓക്കെ, സോ which is equal to alpha L into T2 minus T1. So നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ L2 മൈനസ് L1, ദാറ്റ് ഈസ് L2 മൈനസ് L1 നമ്മൾ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 5.243 മൈനസ് 5.231 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.12 കിട്ടും. സോ 0.12 divided by L1 എന്ന് പറയുന്നത് 5.231 is equal to, this is 1.2 into 10⁻⁵ into T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 degrees Celsius ആണ്. സോ we can use degree Celsius
ഓർ കെൽവിൻ. ഓക്കെ, നമുക്ക് ഡിഗ്രി സെൽഷ്യസ് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. സോ 27 നമുക്ക് ഇവിടെ ഇടാം. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, സോ ഫ്രം ദിസ് നമുക്ക് എങ്ങനെ ഇൻ ജനറൽ നമുക്ക് T2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ എൽ ബൈ എൽ ആൽഫ എൽ പ്ലസ് T1 ആണ് ഫ്രം ദാറ്റ് ഇക്വേഷൻ. സോ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ 0.12 കിട്ടി, L1. ഓക്കെ, സോ L1 എന്ന് പറഞ്ഞാൽ 5.231 ഇൻറ്റു ആൽഫ എൽ എന്ന് പറഞ്ഞാൽ 1.2 ഇൻറ്റു 10⁻⁵ പ്ലസ് 27 ഡിഗ്രി സെൽഷ്യസ്. സോ ഇത് ചെയ്യുമ്പോൾ you will get as 218 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത്രയും ഡിഗ്രി, ഇത്രയും ഹീറ്റ് ടെമ്പറേച്ചർ കൊടുത്താലേ അത് ഫിറ്റ് ആവുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം, ദാറ്റ് ഈസ് നെക്സ്റ്റ് വീഡിയോ നോക്കാം. സോ താങ്ക് യു.